ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഇന്ന് ബോംബെയിലേക്കുള്ളൊരു യാത്രയാണ്. സമയം വൈകുന്നേരം 7 മണി. നേത്രാവതി എക്സ്പ്രസ് ഫ്രം തലശ്ശേരി ടു മുംബൈ. നേത്രാവതി എക്സ്പ്രസ് തലശ്ശേരി സമയം 7 മണിക്കാണ്. 7 മണിയായി. വണ്ടി മാഹി ഏകദേശം പാസ്സായിട്ടുണ്ട്. ഒരു 10 മിനിറ്റ്, മാക്സിമം 15 മിനിറ്റ് കൊണ്ട് വണ്ടി ഇവിടെ എത്തും. അപ്പോൾ പറഞ്ഞു വരുന്നത്, തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പോകുന്നത് S8-ലാണ്. 16346 നേത്രാവതി എക്സ്പ്രസ് തിരുവനന്തപുരം ടു LTT കുർള മുംബൈയിലേക്ക് രാവിലെ 9:15 തിരുവനന്തപുരത്ത് നിന്ന് എടുക്കുന്ന വണ്ടിയാണ്. വണ്ടി 10-20 മിനിറ്റ് എന്തായാലും ലേറ്റാന്ന് തോന്നുന്നു. നോക്കാം എത്തുന്ന സമയം എത്രയാണെന്ന്. ഇല്ല, വണ്ടി വരുന്നുണ്ടില്ല. അത് ഷൊർണൂർ ടു കണ്ണൂർ പാസഞ്ചറാണ്. കണ്ണൂർ വരെ ഇല്ല, ഷൊർണൂർന്ന്. ആ ട്രെയിൻ അവിടെ നിന്ന് ലൈറ്റ് അടിച്ച് വരുന്നു. നോക്കാം. ഇത് കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ അല്ല, ഷൊർണൂർ ടു കണ്ണൂർ. ഇതിപ്പോൾ തലശ്ശേരി എത്തി. ഇവിടുന്ന് ഒരു 20 മിനിറ്റ് കൊണ്ട് കണ്ണൂരെത്തും. വൈകുന്നേരം പണി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ആൾക്കാർ അധികവും ഇതിലാണ് തിരിച്ചു പോവുക. തിരക്കില്ല, വണ്ടിയിൽ അങ്ങനെ തിരക്കില്ല. നമുക്ക് പോകേണ്ടത് നേത്രാവതി എക്സ്പ്രസ് വന്നിട്ടില്ല, ഇതിൻ്റെ പിന്നാലെ വരും. കാത്തിരിക്കണം. S8-ലാണ് സീറ്റ് കിട്ടിയിരിക്കുന്നത്. RAC സീറ്റാണ്. അതുകൊണ്ട് കിടക്കേണ്ട കാര്യത്തിൽ തീരെയും പ്രതീക്ഷയില്ല. രാവിലെ വരെ എങ്ങനെയും ഇരുന്ന് ഒപ്പിക്കേണ്ടി വരും. ഒന്നാമത് മല സീസൺ ആയതുകൊണ്ട് അയ്യപ്പ ഭക്തന്മാർ അവരെ തിരക്കുണ്ടാവും. പിന്നെ ഇന്ന് പൊതുവെ നേത്രാവതി എക്സ്പ്രസ്സിൽ തലശ്ശേരി തന്നെ കയറാൻ വേണ്ടി ആളിങ്ങനെ കാത്തിരിക്കുന്നുണ്ട്, ഗ്രൂപ്പായിട്ട്. അതുകൊണ്ട് കണ്ടറിയണേ ഇനി എന്താ സ്ഥിതി ട്രെയിനിൽ. എവിടെയെങ്കിലും കയറി കിടക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയം. RAC-യില്ല. ഇരിക്കാം, രാവിലെ വരെ ഇരുന്ന് ഒപ്പിക്കേണ്ടി വരും. നോക്കാം, കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് പറയാം. നമ്മളെ വണ്ടി നേത്രാവതി എക്സ്പ്രസ് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. LED ലൈറ്റ് അടിച്ച് നല്ല ബ്രൈറ്റിൽ വരുന്നുണ്ട്. എയർ ഇങ്ങനെ പ്രഷർ റിലീസ് ചെയ്യുന്നുണ്ട്. വാപ്പ് 7 റോയാപുരം നേത്രാവതി എക്സ്പ്രസ് അറൈവിംഗ് അറ്റ് തലശ്ശേരി സ്റ്റേഷൻ. LHP കോച്ച്, അതുകൊണ്ട് കുറച്ചും കൂടെ കംഫർട്ടബിളാണ്. ഒരു 100 സ്പീഡിൽ വരെ വണ്ടി പിടിക്കും. 100-110 സ്പീഡ്. കാസർഗോഡ് ടു മാംഗ്ലൂരെല്ലാം നല്ല സ്പീഡ് പിടിക്കും. 110 വരെ പോകുന്നുണ്ട്. മാംഗ്ലൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 80-90 ആവറേജ്. അത് കഴിഞ്ഞ് കൊങ്കണിലേക്കും 80-90 ആവറേജിലാണ് പോവുക. സിംഗിൾ ലൈനാണ് കൊങ്കണിലേക്ക്. എനിക്ക് കിട്ടിയത് S8 RAC-യാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി മുഴുവൻ എവിടെയെങ്കിലും RAC സീറ്റിൽ ഇരുന്നിട്ട് സംഗതി ഒപ്പിക്കേണ്ടി വരും. ഉറങ്ങാൻ പറ്റൂല. തൊട്ടടുത്ത് പാൻട്രി കോച്ചാ S8-ൻ്റെ അടുത്ത് വരിക. RAC അധികവും S8-ലാണ് വരുത്ത്. അധികം ഞാൻ യാത്ര ചെയ്യുമ്പോൾ S8-ലാണ് വരുത്ത്. അപ്പോൾ ട്രെയിനിൽ കയറിയിട്ട് അടുത്ത വിശേഷങ്ങൾ. നേത്രാവതി എക്സ്പ്രസിൻ്റെ ഉള്ളിൽ കണ്ട പാൻട്രിയെന്നാ കാണുന്ന കച്ചറയിടുന്ന ഈ 2 കറുപ്പ് ബിന്നിലാ കച്ചറയിടുന്ന. ബിന്നുമല്ല, വെറും കറുപ്പ് ഗാർബേജ്. അപ്പൊ അതെല്ലാം താഴെ ഇങ്ങനെ കിടക്കുക, വൃത്തിയാക്കുന്നില്ല. ടോയ്ലറ്റും ഈ ഏരിയ എല്ലാം ഒന്ന് ഓരോ മണിക്കൂർ 1.5 മണിക്കൂർ കൂടുമ്പം വൃത്തിയാക്കിയിരുന്നേ വളരെ നല്ല. ഇതിപ്പോ കണ്ട, ഇതിപ്പോ ഈ പാൻട്രിയാ. പാൻട്രി എല്ലാം AC ആണ്.
നേത്രാവതി എക്സ്പ്രസിന്റെ പാൻട്രി. അങ്ങനെ നമ്മൾ കണ്ണൂരെത്തി. സമയം 7:45, 7:45 വൈകുന്നേരം. അധികം ലേറ്റില്ല, ഒരു 15-20 മിനിറ്റ് ലേറ്റ് ഓടുന്നില്ല വണ്ടി. വണ്ടിയിൽ നല്ല തിരക്കുണ്ട്. തൽക്കാലം ഇപ്പോൾ ഒരു സീറ്റ് കിട്ടി TTRോട് പറഞ്ഞിട്ട്. അതുകൊണ്ട് കിടക്കേണ്ട സൗകര്യമായി, RAC ഒഴിവായി. പിള്ളേരോട് ചോദിച്ചപ്പം സീറ്റ് തരുന്നില്ല പിള്ളേർ. TTR പറഞ്ഞ സീറ്റ് കിട്ടി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ നല്ല റെയിൽവേ സ്റ്റേഷനാണ്, നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. തലശ്ശേരി കണ്ണൂരെല്ലാം നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ വൃത്തിയും ഭംഗിയും. അപ്പോൾ നമുക്ക് വഴിയെ കാണാം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ AC എക്സിക്യൂട്ടീവ് ലൗഞ്ച് 30 രൂപ ഒരു മണിക്കൂറിന്. സെയിം തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലുണ്ട്. ഇപ്പോൾ പുതിയ തുടങ്ങിയ 2-3 മാസമായി. 30 രൂപ മണിക്കൂറിന്. ടിക്കറ്റ് കാണിച്ചാൽ മതി. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല സോഫ പോലെ കിടക്കാനെല്ലാം സൗകര്യമുണ്ട്. നമ്മൾ തിയേറ്ററിലെല്ലാം കാണുന്നില്ലേ, മൾട്ടിപ്ലെക്സിലെല്ലാം കാണുന്ന പോലെ ഉള്ളിൽ സോഫ പോലെ കിടക്കേണ്ട സൗകര്യമുണ്ട്. ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. ട്രെയിന് നീങ്ങുമെന്നോ, ട്രെയിൻ ഒന്നാമത് നീങ്ങിക്കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ അങ്ങോട്ട് നീങ്ങും. വേണ്ട, സോഫ പോലെ കിടക്കേണ്ട സൗകര്യമുണ്ട്. ഉള്ള് വണ്ടി നോക്കി നിന്നില്ലേ വണ്ടി അങ്ങോട്ട് നീങ്ങും. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലില്ല വണ്ടി. ഇപ്പം നേത്രാവതി നമ്മളെ വണ്ടി പിടിച്ചിട്ടൊരു 10-15 മിനിറ്റായി. തിരുനെൽവേലി ടു ജാംനഗർ പോകുന്ന വണ്ടിക്ക് ക്രോസിങ്ങിന് കാത്തിരിക്കുക. ഇതും കൊങ്കൺ റൂട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആദ്യം ഇതിനെ വിട്ടിട്ട് അതിന് നമ്മളെ വിടുക. എന്തായാലും ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് 10 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഏതെങ്കിലും ഒരു സ്റ്റേഷൻ പാസ് ചെയ്യുന്നവരെ നമ്മളെ കാത്തുക്കേണ്ടി വരും. കാത്തുക തന്നെ, വേറെ ഒരു നിവൃത്തിയില്ല. ഇത് എക്സ്പ്രസ് ആയിരിക്കും, നേത്രാവതി എക്സ്പ്രസ് ആണ്. മറ്റേ ചിലപ്പോൾ സൂപ്പർ ഫാസ്റ്റ് ആയിരിക്കും. അത് സൂപ്പർ ഫാസ്റ്റിനെ വിടുന്നത്. ട്രെയിനിൻ്റെ പാൻട്രി കാർ കണ്ട, AC ആണത്. ഹോട്ട് ബുഫേ കാർ. സംഗതി നമുക്ക് പുറത്തുനിന്നെല്ലാം കാണാം ഉള്ളിലെ കാര്യങ്ങൾ. ഇവിടെ അവർ ഉള്ളി വെട്ടുക, ക്ലീനാക്കുക. നാളത്തേക്കാണ്. AC ആണ്. ഉള്ളും പുറമെല്ലാം നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് വെയിറ്റിംഗ് അല്ലെങ്കിൽ അവരെ റെസ്റ്റിംഗ് ഏരിയ. ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് കിടക്കേണ്ട സൗകര്യം. കാത്തിരിക്കുകയാണ് കാസർഗോഡ് സിഗ്നൽ കിട്ടാൻ വേണ്ടി. കിച്ചണിൽ നാളത്തേക്കുള്ള പണികൾ നടക്കുകയാണ്. ഇതാണ് കിച്ചൺ. കാത്തിരിക്കുകയാണ്. വീഡിയോ അലൗഡ് അല്ല കിച്ചണിൻ്റെ. ഒരുപാട് ആള് വീഡിയോ എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയുന്നതുകൊണ്ടാണ് അവർ വീഡിയോ അലൗഡ് അല്ല എന്ന് പറയുന്നത്. എന്തായാലും കാണാം. ഉള്ളെന്ന് പുറത്തുനിന്ന് ഉള്ളത്തെ കാര്യങ്ങളെല്ലാം കാണാം. സമയം 9:30 മണിയായി. കാസർഗോഡ് നിന്ന് വിട്ട് അടുത്ത സ്റ്റോപ്പ് ഇനി മംഗലാപുരം. അപ്പം കഴിക്കാമെന്ന് വിചാരിച്ചു. കഴിച്ച് മംഗലാപുരം എത്തിക്കഴിഞ്ഞാൽ പിന്നെ പണി തീർന്നല്ലോ. കിടന്നുറങ്ങി പിറ്റേ ദിവസം എണീറ്റാൽ മതി. ഈ കഴിച്ച് പാർസലാണ് മേടിച്ച്. മുട്ടക്കറി ചപ്പാത്തി പാർസൽ മേടിച്ച്. ഈ പാർസൽ മേടിച്ചതിൻ്റെ കറീൻ്റെ കെട്ട് കഴിക്കാൻ കുറച്ച് പണിയായി. റബ്ബർ ബാൻഡ് ആയതുകൊണ്ട് ചിലപ്പം ദേഷ്യം പിടിക്കും.
ഇതിപ്പോ 2-3 തിരിതിരിക്കുമ്പോഴേക്കും ഒന്ന് ഇങ്ങോട്ട് പുറത്ത് വന്നു. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പം ഡിന്നറെല്ലാം കഴിച്ച് ഒന്ന് റെഡിയാകുമ്പോഴേക്കും മംഗലാപുരം എത്തും. 10:30 ആവുമ്പം ട്രെയിനിൽ ലൈറ്റ് ഓഫ് ചെയ്യുന്ന സമയമാണ് പൊതുവേ. പിന്നെ ട്രെയിനിൽ വേറെ എന്ത് ചെയ്യാൻ, മൊബൈൽ നോക്കി ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ നമ്മള് മാംഗ്ലൂർ ജംഗ്ഷൻ കറക്റ്റ് ടൈമിന് എത്തിയ 10:15. ഇവിടെ നിന്ന് ഇനി 10:50 വണ്ടി എടുക്കുക. ഇനി രാത്രി ഇപ്പൊ സമയം 10:50 വണ്ടി എടുത്ത് ഒന്ന് കിടന്നുറങ്ങിയാല് രാവിലെ ആകുമ്പോ എണീക്കാം. അപ്പോഴേക്കും നമ്മള് മഹാരാഷ്ട്രയെല്ലാം കയറും. കാരണം 4:30 മഡ്ഗാവ് ടൈം. ഗോവ കഴിഞ്ഞ ഏകദേശം ഒരു 5:30 ആവുമ്പം ഗോവ കഴിയും. 6 മണി അടുത്ത് മഹാരാഷ്ട്ര പിടിക്കും. അപ്പൊ നമുക്കിനി രാവിലത്തെ വിശേഷങ്ങളായിട്ട് തിരിച്ചു വരാം. കുടൽ റെയിൽവേ സ്റ്റേഷൻ. രാവിലെ 7 മണിയായി. कुडल കുടൽ റെയിൽവേ സ്റ്റേഷൻ. വണ്ടി നേരത്തെ എത്തി, 10 മിനിറ്റ് നേരത്തെ. അതുകൊണ്ട് കാത്തുക്ക്. സമയം 7:10. 7:10 റൈറ്റ് ടൈം വണ്ടി എടുക്കണ്ട്. 6:58 എത്തി. വണ്ടി ഇപ്പോൾ ഏകദേശം എടുക്കും. കുടൽ റെയിൽവേ സ്റ്റേഷൻ. കുടൽ എനിക്ക് വന്നത് മഹാരാഷ്ട്രയിൽ വരുന്ന റെയിൽവേ സ്റ്റേഷനാണ്. നമ്മൾ ഗോവ കഴിഞ്ഞ് മഹാരാഷ്ട്രയിലേക്ക് കയറി.
രത്നഗിരി റെയിൽവേ സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുക. രത്നഗിരി റെയിൽവേ സ്റ്റേഷൻ എത്താനാവുമ്പം ഒരു വല്ലാത്ത മീൻ നാറ്റം, പ്രത്യേകിച്ച് ഉണക്കമീൻ നാറ്റം പോലെ വല്ലാത്ത നാറ്റമായിരിക്കും. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും രത്നഗിരി റെയിൽവേ സ്റ്റേഷൻ എത്താനായി എന്ന്. സ്ഥിരമായിട്ട് ഈ മീൻ നാറ്റം ഉണ്ടാവും. അവിടെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് പിന്നെ ഒരു വലിയൊരു ഫാക്ടറി ഉണ്ട്. നമ്മളെ കടലിലെല്ലാം ബോൾഡർ പോലത്തെ കോൺക്രീറ്റിൻ്റെ കല്ലിടുന്നുണ്ടല്ലോ, വലിയ വെള്ളം ഇങ്ങോട്ട് അടിച്ചു കയറാണ്ടിരിക്കാൻ, ഒരു ട്രയാങ്കിൾ പോലത്തെ ഒരു സാധനം. അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കുന്ന ഫാക്ടറി കഴിയുമ്പോഴേക്കും ഈ മീൻനാറ്റം തുടങ്ങും രത്നഗിരിയിൽ. അപ്പം നമ്മൾ മനസ്സിലാക്കിക്കോ രത്നഗിരി റെയിൽവേ സ്റ്റേഷൻ എത്താനായിന്ന്. കൊങ്കൺ റെയിൽവേൻ്റെ ഭാഗമായിട്ട് വരുന്ന രത്നഗിരി റെയിൽവേ സ്റ്റേഷൻ. രത്നഗിരി ഉണ്ട്, റോഹയുണ്ട്. അപ്പം രത്നഗിരിയിൽ എത്തുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഏത് സമയവും, രാവിലെ ആയാലും ഉച്ചക്കായാലും രാത്രിയായാലും, നമുക്കവിടെ മെയിനായിട്ട് കിട്ടുക ചൂട് വടാപ്പാവും. ഒരു സെറ്റ് വടാപ്പാവിന് 30 രൂപ. ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് വട 2 പാവ് ചട്നി, ഇതിന് 30 രൂപ. ഇതാണ് ഏറ്റവും ചീപ്പായിട്ടും അവിടെ ചൂടോടെ കിട്ടുന്ന സാധനം. പിന്നെ കിട്ടും സമൂസ, സാൻഡ്വിച്ച്, ബ്രെഡ് ഓംലെറ്റ്, ചായ, ഫ്രൂട്ട്സ്, പഴം, പേരക്ക, പിന്നെ കക്കിരി, ഇതെല്ലാം ഇങ്ങനെ ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കും. മെയിനായിട്ട് വടാപ്പാവാണ് ഇവിടെ കിട്ടുന്നത്. രത്നഗിരി റെയിൽവേ സ്റ്റേഷൻ അരമണിക്കൂർ വണ്ടി ലേറ്റാ. സ്റ്റേഷനിൽ പുറപ്പെട്ടു. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചു. ഇവിടുന്ന് വടപ്പാവും മേടിച്ചു, ഒരു വെജ് സാൻഡ്വിച്ച് മേടിച്ചു, ഒരു ചായയും മേടിച്ചു. ഇവിടെ മെയിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വടാപ്പാവ് തന്നെ കിട്ടും. വടാപ്പാവ്, രത്നഗിരി, മഹാരാഷ്ട്ര. Parampuri, Medjugorje. Parampuri. അങ്ങനെ നമ്മൾ പൻവേലെത്തി. ഉച്ചക്ക് 3:15. 20 മിനിറ്റ് വണ്ടി ലേറ്റാ. ഇവിടെ ഇപ്പം പൻവേൽ പ്ലാറ്റ്ഫോം നമ്പർ 5. ഇതാ മെയിൻ പ്ലാറ്റ്ഫോം.
അതുകൊണ്ട് എല്ലാവരും പുറത്തിറങ്ങേണ്ട തിരക്കാ. പൻവേലിലാവുമ്പം പുറത്തിറങ്ങുമ്പോൾ ലോക്കൽ സ്റ്റേഷനും തൊട്ടിട്ടാ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോക്കൽ സ്റ്റേഷനും തൊട്ടിട്ടാ. അപ്പം ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ലോക്കൽ സ്റ്റേഷനിൽ കയറി ലോക്കൽ ട്രെയിനിൽ പോയി എവിടെയാണ് നമുക്ക് ബോംബെയിൽ വേണ്ട എല്ലായിടത്തും പോവാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അൺടിൽ ദെൻ ഗുഡ് ബൈ, ടേക്ക് കെയർ. പൻവേലിൽ നല്ല തിരക്കാ ഇന്ന്, നല്ല തിരക്കാ. അപ്പം മുമ്പില് ലോക്കൽ ട്രെയിനിന്റെ ട്രാക്കാ. അതുകൊണ്ട് ലോക്കൽ പിടിച്ച് പോകാൻ വേണ്ടിയുള്ള തിരക്കും കൂടിയാ. ഇതാണ് മെയിൻ എൻട്രൻസ് എക്സിറ്റ്. പൻവേൽ സ്റ്റേഷന്റെ മെയിൻ എൻട്രൻസ് എക്സിറ്റും ഇതന്നെയാ. നാട്ടിൽ നിന്ന് വരുന്ന ട്രെയിനെല്ലാം പ്ലാറ്റ്ഫോം നമ്പർ 5 നിർത്തുക. അതുകൊണ്ടാണ് ഇങ്ങനെ തിരക്ക്. ട്രാക്ക് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, അതാ ഒച്ച. ഓക്കെ, അപ്പം വേറെ വീഡിയോയിൽ കാണാം. ഓക്കെ, ടേക്ക് കെയർ. പൻവേൽ ലോക്കൽ ട്രെയിൻ പിടിച്ചിട്ട് ഇപ്പൊ പോന്നോ. ഇവിടെ CST-ലേക്കുള്ള ട്രെയിനുണ്ട്, താനെയിലേക്കുള്ള ട്രെയിനുണ്ട്, ഈ 2 റൂട്ടിലേക്കുള്ള ട്രെയിനുണ്ട്. അപ്പോ നമ്മളെ ട്രെയിന് വന്നിട്ടില്ല. ഈ കാണുന്ന ട്രെയിന് ഈ ട്രെയിന് താനെയിലേക്ക് പോകുന്ന ട്രെയിനാ. താനെ നമുക്ക് ഇതിലല്ല പോകേണ്ടത്, പൻവേലിലേക്ക് അല്ല CST-ലേക്ക് പോകേണ്ട ട്രെയിനാ പോകേണ്ടത്. കാത്തക്ക CST-ലേക്ക് പോകേണ്ട ട്രെയിന് 3:45, 3:30 ആയിട്ടില്ല. ഇനിയും 10-20 മിനിറ്റ് ബാക്കിയുണ്ട്. നമ്മളെ ട്രെയിൻ ഇതാ എത്തി, ലോക്കൽ. ഇന്ന് നല്ല തിരക്കാ. ഈ ട്രെയിനിൽ വന്ന ട്രെയിനാണ് തിരിച്ച് 3:45 CST-ലേക്ക് പോകേണ്ടത്. ട്രെയിനിലും തിരക്കാ. ഇന്നൊരു ലീവ് ദിവസം, അതുകൊണ്ടാണ് ഇങ്ങനെ തിരക്ക്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. See you next time. Okay, take care.